ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റൈംസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ നിങ്ങൾ +2 ഇംഗ്ലീഷ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം +2 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രത്യേക ചോദ്യം കണ്ടു അല്ലേ? അവസാനം നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് പോയം കമ്പാരിസൺ ആയിരുന്നു അല്ലേ? മോഡൽ എക്സാമിന് വന്നത് എന്തായിരുന്നു പറയാ? അപ്രീസിയേഷൻ എഴുതാനാണ്. അതും നമുക്ക് അറിയാത്തൊരു പോയത്തിന്റെ കുറച്ച് ഗ്ലോസറി ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞില്ലേ? ഏത് കവിത വന്നാലും മക്കളെ നോ ടെൻഷൻ, ഉത്തരത്തിന് ഇത് എഴുതി വെച്ചാൽ മതി. ഇതാണ് നിങ്ങൾക്ക് 8 മാർക്ക് തരാൻ വേണ്ടി പോകുന്നത്. കവിത ആരെഴുതിക്കോട്ടെ, കവിതന്റെ ഹെഡിങ് ഉണ്ടോ, എഴുതിയാളുടെ പേരുണ്ടോ, നമുക്ക് ഉത്തരമായി. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ മക്കളെ, എഴുതിക്കോളൂ നിങ്ങൾ ഇങ്ങനെ. ആ കവിതയുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക, കവിതയുടെ പേര് എഴുതി കൊടുക്കുക അല്ലേ? is a meaningful and wonderful poem. എല്ലാം മീനിങ്ഫുൾ വണ്ടർഫുൾ ആയിരിക്കും. റിട്ടൺ ബൈ ആളുടെ പേര്, പോയറ്റിന്റെ പേര് എഴുതി കൊടുക്കുക, നെയിം ഓഫ് ദി പോയറ്റ് എഴുതി കൊടുക്കുക. ക്ലിയർ? അത് പെണ്ണാണോ ആണാണോ നോക്കണം കേട്ടോ. ഞാൻ പെണ്ണാണെങ്കിലുള്ള കാര്യം ഇവിടെ എഴുതുന്നത് കേട്ടോ. ഹി ഹാസ് ബാഗ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിന്റെ കൃതിക്ക് അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ അവാർഡ് നേടിയ ഒരാളുടെ കവിത നമുക്ക് എഴുതാൻ തരുള്ളൂ എന്ന് കേട്ടോ. അടുത്തത്, ഇൻ ദിസ് പോയം ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ്. ഈ കവിതയിൽ അദ്ദേഹം ഒരുപാട് ചിന്തകളും പ്രചോദനം നൽകുന്ന വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വി കാൻ ഷട്ട് അവർ ഐസ് അഗെയിൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് പോയം. അതുകൊണ്ട് ഈ കവിതയുടെ നന്മക്കെതിരെ നമ്മൾ കണ്ണടക്കാൻ പറ്റൂല. മാത്രല്ല, ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടോൺ. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ് എന്ന്. മോർ ഓവർ ഇറ്റ് ഹാസ് മെനി ലൈൻസ്. കൂടാണ്ട് അതിന് ഒരുപാട് വരികൾ ഉണ്ട് കേട്ടോ. വെൻ വി റീഡ്, നമ്മൾ വായിക്കുമ്പോൾ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ കവിത എന്താണ് പറയുന്നത്. നമുക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ പറയാട്ടോ, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ കവിത എന്താണ് പറയുന്നത് എന്ന്. ഞെട്ടിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇൻ ദിസ് പോയം, ഈ പോയത്തിൽ ദ പോയറ്റ് ടെൽസ് us, നമ്മോട് പറഞ്ഞു തരുന്നു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ് ഇൻ ഇറ്റ്. അപ്പൊ എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് ഒരു കവിത നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഓളം നമ്മൾ +2 പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അപ്പൊ എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണോ പറയുന്നത് അത് അവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ? അടുത്തത്, in this first stanza he tells that, ഈ ഒന്നാമത്തെ കവിതയിൽ ഈ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നു, ഇനി ഒരു കുട്ടി കയ്യിൽ എന്താണോ പറയേണ്ടത് അതിന്റെ സമ്മറി എഴുതാൻ അറിയില്ലെങ്കിൽ നോ ടെൻഷൻ, ആ വരി അതുപോലെ എഴുതി വെച്ചതിന് ശേഷം സ്റ്റാൻസ എഴുതി നീട്ട് എഴുതുക. ഒരിക്കലും സ്റ്റെപ്പ് ഇടണ്ട. നിങ്ങൾ മൈക്കിൾ ജാക്സൺ അഞ്ചനൊന്നുമല്ലല്ലോ സ്റ്റെപ്പ് ഇട്ട് എഴുതാണ്. നീട്ട് എഴുതിയതിന്റെ ശേഷം അടിയിൽ വിച്ച് മീൻസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹാസ് മെനി മീനിങ്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. എനിക്കറിയില്ല എങ്ങനെ. ഇറ്റ് ഹാസ് സച്ച് മീനിങ്സ് അല്ലേ? അതിന് അത്രയും മീനിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് തട്ടിവിടാനൊക്കെ പറ്റൂട്ടോ. ഒന്നുമില്ലെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾ എഴുതേണ്ടത് എന്താണ് പറ, അതിൻ്റെ ഒരു സമ്മറിയാണ്. നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും. വിത്ത് ഗ്ലോസറി വരെ അടിയിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സമ്മറി കിട്ടും. ഇല്ലെങ്കിൽ ആ വരി എഴുതിയിട്ട് വിച്ച് മീൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് 1-2 ലൈൻ എഴുതി കൊടുക്കുക. നോ വറി, നോ ടെൻഷൻ. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, ദ സെക്കൻഡ് സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നു. ആ രണ്ടാമത്തെ സ്റ്റാൻസ ഇവിടെ എഴുതാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയപരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. റൈമിംഗ് സ്കീം നോക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലെ? AABB CCA DD എന്ന സാധനങ്ങളില്ലേ, അത് എഴുതി കൊടുക്കുക കേട്ടോ. റൈമിംഗ് വേർഡ്സ് നോക്കാൻ എന്റെ മക്കൾക്ക് അറിയാം, അത് എഴുതി കൊടുക്കുക. വി ക്യാൻ സീ സം പോയറ്റിക് ഡിവൈസസ് ഇൻ ദിസ് പോയം അല്ലെ? നമുക്ക് ഈ കവിതയിൽ കുറച്ച് പോയറ്റിക് ഡിവൈസസ് കാണാൻ പറ്റും, അലിട്രേഷൻ കാണാൻ പറ്റും. അറിയാത്തത് ഏതെങ്കിലും ഇതിലുണ്ടെങ്കിൽ, പോയറ്റിക് ഡിവൈസസ് അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണേ. അസൊനൻസ് എഴുതാനുണ്ടാവും. ഇത് നോക്കൂ, അലിട്രേഷൻ എന്ന് പറയുന്നത് എന്നിലല്ലേ, അത് കോൺസണന്റ് സൗണ്ട് ആണ് അല്ലേ? ഇത് കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ അല്ലേ? ഇപ്പൊ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ എന്ന് റിപ്പീറ്റ് ചെയ്തില്ലേ അല്ലേ? അത് ബിഗിനിങ് ഓഫ് ദി വേർഡ് ആണല്ലോ. അങ്ങനെ റിപ്പീറ്റ് ചെയ്താലാണ് അലിട്രേഷൻ. അഷറൻസ് എന്ന് പറയുന്നത് കണ്ട ഈലല്ലേ അവസാനിച്ചത്, അത് വൊവൽ സൗണ്ട് ആണ് എന്ന്. അപ്പൊ വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താലാണ് എന്ത് പറ, പിന്നെ അഷറൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. പിന്നെ ക്യാറ്റ്, പിന്നെ ക്യാരറ്റ് എന്ന് എഴുതിട്ടോ. അപ്പോൾ ഈ തുടക്കത്തിൽ വരണമെന്നില്ല കേട്ടോ. തുടക്കത്തിൽ വന്നാണ് അലിട്രേഷൻ. എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ? ആന്ന് റിപ്പീറ്റ് ചെയ്തില്ലേ അല്ലേ? ആന്ന് റിപ്പീറ്റ് ചെയ്ത സാധനത്തിനാണ് നമ്മൾ എന്ന് പറയാ അഷറൻസ് എന്ന് പറയാം കേട്ടോ. തുടക്കത്തിൽ വന്നാൽ അതിനാണ് അലിട്രേഷൻ. അതിന് മിഡിലോ അല്ലെങ്കിൽ ഒടുക്കത്തിലോ ഒക്കെ വന്നാൽ അതിന് പറയുന്ന പേരാണെന്ന് മക്കളെ പറ അഷറൻസ് എന്ന് പറയുന്നത് എന്ന്. ദെൻ മെറ്റഫർ ഉണ്ടാകും. ഡിറക്റ്റ് കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറയാ. എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. യു ആർ ആൻ ഏഞ്ചൽ, ഈ ഒരു മാലാഖയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് പച്ചക്കള്ളല്ലേ,
സി ഞാൻ ഡയറക്റ്റ് കമ്പയർ ചെയ്തു. സോ അതിനാണ് മെറ്റഫർ എന്ന് പറയാം. യു ആർ ലൈക്ക് എൻ ഏഞ്ചൽ, ഈ ഒരു മാലാഖയെ പോലെയാണെന്ന് പറഞ്ഞു. ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെ മക്കളെ പറ സിമിലി എന്ന് പറയാട്ടോ. ആ സിമിലി എഴുതി വെക്കുക. പേഴ്സോണിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വ്യക്തി, മനുഷ്യനല്ലാത്തൊരു ജീവിക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു വസ്തുവിന് നമ്മൾ മനുഷ്യന്റെ എന്ത് ചെയ്യുക, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷത കൊടുത്താൽ അതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം, അതൊക്കെ ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് കേട്ടോ. അടുത്തത്, ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്. ഈ കവിതയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് പറ, ഇമേജുകൾ ഉണ്ട്. ലൈക്ക് വിഷ്വൽ ഇമേജ് ഉണ്ട്. അപ്പൊ എന്താ സാറേ വിഷ്വൽ ഇമേജ്? ആ കവിത വായിക്കുന്ന സമയത്ത് അതിൽ കാണാൻ പറ്റുന്ന കുറെ വേർഡ് ഉണ്ടാവൂലേ. ഇപ്പൊ സ്കൈ നമുക്ക് കണ്ടൂടെ, അതുപോലെ തന്നെ സാൻഡ് നമുക്ക് കണ്ടൂടെ അല്ലെ, അതുപോലെ തന്നെ ഡോവ് വെള്ളരിപ്രാവ്, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറയാം ട്രീ, അങ്ങനെ കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയാം. അതിവിടെ എഴുതി കൊടുക്കുക ഓരോന്ന്. ഇപ്പൊ ട്രീ, സാൻഡ്, ഡോവ്, ബ്ലാ 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 അല്ലെ, അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. ഓഡിറ്ററി ഇമേജ് പറഞ്ഞാലോ കേൾക്കാൻ പറ്റുന്നത്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, ഞാൻ ആയിരക്കണക്കിന് അല്ലെ ഇഴുകിച്ചേർന്ന ശബ്ദങ്ങൾ കേട്ടു അല്ലെ, കേൾക്കുക അല്ലെ, ആ കേൾക്കാൻ പറ്റുന്നതിന് നമ്മൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയാം കേട്ടോ. അടുത്തത്, ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ, അപ്പൊ ലാസ്റ്റ് നമ്മൾ അതിന് ഷോർട്ട് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ കുഞ്ഞു പാരഗ്രാഫ് കേട്ടോ. വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ദ പോയം ഈസ് റിയലി വണ്ടർഫുൾ. കവിത ഒരു രക്ഷയില്ല. ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോയിറ്റ് ഈസ് അമേസിംഗ്. ഇത് എഴുതി വെച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ, പിടുത്തം വിട്ട രീതിയാണ്, അത്രയും പൊളിയാണ്. അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് എ മസ്റ്റ് റീഡ് പോയം. എന്നെ സംബന്ധിച്ച് ഞാൻ അത് പറയുകയാണെങ്കിൽ ഇതൊരു മനുഷ്യൻ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു കവിതയാണ്. എന്ത് തള്ളാണ് ഈ കവിത എഴുതിയ ആൾ പോലും ഇങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളങ്ങോട്ട് പൊളിച്ചടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ എഴുതി കൊടുത്ത എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറയാം 8 മാർക്ക് കിട്ടും. സോ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. നെവർ forget to share റാൻസ് ലേണിംഗ് പോർട്ടൽ to your juniors and your other friends. Thank you very much. Bye bye. See you.